ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ ഇന്ന് ഫാമിലിയോടൊത്ത് പോകുന്നത് മൂന്നാറിലേക്കാണ്. മൂന്നാർ പോകുന്ന വഴിക്ക് നമുക്ക് ചീയപ്പാറ വാട്ടർഫാൾസ് എത്തിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് വണ്ടി നിർത്തി. പിന്നെ എല്ലാവരും വാട്ടർഫാൾസൊക്കെ കണ്ട് കുറച്ച് നല്ല അധികം ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പിന്നെ മൂന്നാറിലേക്ക് പോയത്. പിന്നെ നേരെ മൂന്നാറിലേക്ക് വെച്ച് പിടിച്ചു. പിന്നെ ഇന്ന് നമ്മൾ നിൽക്കുന്ന റിസോർട്ടിൻ്റെ പേര് സ്പൈസ് ജംഗിൾ റിസോർട്ട് എന്നാണ്. എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് മൂന്നാർ തന്നെയാണ്. നിങ്ങൾ നോക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൂന്നാറിൻ്റെ എന്താ പറയുക മനോഹാരിതയാണ് ഉദ്ദേശിക്കുന്നത്. അത് കാണാനാണ്, ഏലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ നടക്കാനാണ്, അങ്ങനെ ചെറിയൊരു ട്രക്കിംഗ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് മറ്റുള്ളവർ കൂടി സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റിസോർട്ട് തന്നെയാണ്. പിന്നെ നമുക്കിതിൽ ഈ പറഞ്ഞ പോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. പിന്നെ ഇൻഫിനിറ്റി പൂളിൻ്റെ മാതൃകയിലുള്ള ഒരു പൂളൊക്കെ ഉണ്ട് റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട്. നല്ല പ്രൈവസിയൊക്കെ ഉള്ള പൂള് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനും ഇക്കയും കുട്ടികളും എല്ലാവരും പൂളിൽ ഇറങ്ങിയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു. കുട്ടികളൊക്കെ പിന്നെ അറിയാമല്ലോ, യൂഷ്വൽ ഇങ്ങനെ റിസോർട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ തന്നെ അവർ പൂളിൽ ഇറങ്ങുക, എൻജോയ് ചെയ്യുക, അതിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യുക, അത് വിചാരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനുള്ള സാധനങ്ങളൊക്കെ പാടെടുത്തിട്ട് തന്നെയാണ് റിസോർട്ടിലേക്ക് വന്നത്. പിന്നെ പറഞ്ഞ പോലെ തന്നെ പിടിച്ചാൽ കിട്ടൂലല്ലോ ഇവരൊന്നും. പൂള് കണ്ടാൽ പിന്നെ അതിൽ നന്നായിട്ട് അവർ നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തു. അതിൽ കുറേ നേരം കളിച്ചു കുട്ടികളൊക്കെ. പിന്നെ രാത്രിയാവാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അത് നിർത്തിയിട്ട് നല്ലൊരു ചായയും അവിടെ നമുക്ക് ചായ, ചെറിയ എണ്ണക്കടികൾ അങ്ങനെയൊക്കെ തരാനുള്ള ഒരു ചായ ഹട്ടൊക്കെ ഉണ്ട് ചെറിയൊരു രീതിയിൽ. പിന്നെ ഇതിൽ ഏറുമാടൻ രീതിയിലുള്ള നല്ല നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂംസ് വേറെ കപ്പിൾസിനൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഏത് രീതിയിലുള്ള ബഡ്ജറ്റിനും നമുക്ക് ഇവരെ സമീപിക്കാവുന്നതാണ്. പിന്നെ രാത്രി ആയപ്പോഴും ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് പിന്നെയും പൂളിൽ പോകണം പറഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ്. പക്ഷേ ആ സമയത്ത് ചെറിയൊരു ചാറ്റൽ മഴ വന്നുകൊണ്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് കയറി. അങ്ങനെ പിറ്റേ ദിവസം നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളത് ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ മൂന്നാറിലെ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങി. നമുക്ക് അങ്ങോട്ടുള്ള വഴിയാണ് അപ്പോൾ കാറ് കയറിയത്. കുറച്ചൊരു ഡിഫിക്കൽട്ടുള്ള വഴിയാണ്, എന്നാലും കുഴപ്പമില്ല. നല്ല എന്താ പറയുക, നമുക്ക് ചെറിയ രീതിയിലൊരു ട്രെക്കിംഗ് പോലെയൊക്കെ നമുക്കത് ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഫോറസ്റ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ അവിടെ നിന്ന് തന്നെ ഒരു വണ്ടിയൊക്കെ സർക്കാരിൻ്റെ വക ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിലെ പിന്നെ യാത്ര ചെയ്തത്. പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയ ചെറിയ നീർച്ചാലുകളിൽ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒന്ന് അങ്ങോട്ട് ചുറ്റിക്കറങ്ങിയിട്ട് ഞങ്ങൾ നേരെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള കാര്യങ്ങൾ നോക്കി. ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.